വണ്ടിപ്പെരിയാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത്. വണ്ടിപ്പെരിയാറിൽ ശക്തമായി വെള്ളം കയറിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ആശുപത്രിക്കകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ വെയിറ്റിംഗ് ഷെഡിൽ വെളിയിൽ നിൽക്കുക. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വാഹനങ്ങളടക്കം റോഡിലൂടെ ശക്തമായ നീരൊഴുക്കാണ് അവിടെ നമ്മൾ കാണുന്നത്. മലയോര മേഖലയായതുകൊണ്ട് തന്നെ ശക്തമായ നീരൊഴുക്കുണ്ടാകുമ്പോൾ ഭയത്തോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. കുന്നിടിഞ്ഞു വരാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. കൃഷിപ്രദേശത്തെ ശക്തമായ മഴ ഉരുൾപൊട്ടൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ വളരെ കൃത്യമായി മാറി താമസിക്കുക തന്നെ വേണം. ആശുപത്രിക്കകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ വെയിറ്റിംഗ് ഷെഡിൽ വെളിയിൽ നിൽക്കുക. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നിന്നുള്ള ദൃശ്യം 8 ജില്ലകളിൽ നിന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് ആശുപത്രിയുടെ പാലമാണ് ഇറങ്ങി വീഴുന്നത്. ഇടുക്കിയിലെ വിവിധ ഇടങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കത്തിന് സമാനമായി തന്നെയാണ് ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത് എന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. അത് പത്തനംതിട്ടയിലും പ്രത്യേകിച്ച് റാന്നിയിലൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് ജനങ്ങൾ പറയുന്നു. വളരെ പെട്ടെന്നാണ് ഇത്രയധികം ജലനിരപ്പ് ഉയർന്നതെന്നും പറയുന്നുണ്ട്. പുഴയിലേക്കും മറ്റും ചെളി കലർന്ന വെള്ളം വരുന്നതിൽ നിന്നും ദൂരെ എവിടെയൊക്കെയോ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജെയിനിസ് രാജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജെയിൻ, നമ്മൾ വണ്ടിപ്പെരിയാറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയായിരുന്നു. അതിശക്തമായ രീതിയിൽ നീരൊഴുക്കും വെള്ളപ്പൊക്കവും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് സ്ഥിതി? വണ്ടിപ്പെരിയാറിൽ ദേശീയപാതയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ അടക്കം വെള്ളം കയറിയ നിലയിലാണ്. കക്കിക്കവല എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് എല്ലാ കാലവർഷത്തിലും വെള്ളം കയറുന്ന ഒരു ഭാഗം തന്നെയാണ്. അവിടെ പെരിയാറിൽ നിന്നല്ല മറ്റ് തോടുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് ആ ഭാഗത്ത് എത്തുന്നത്. അതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. സമാനമായി തന്നെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയിപ്പോൾ കോലാഹലമേട്ടിൽ അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അവിടെ മണ്ണിടിച്ചിലുണ്ടായി ഒരു വീട്ടിൽ ഒരാൾ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വൈക്കം സ്വദേശിയാണെന്ന് പറയുന്നു. അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ചെറിയ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പുകരയിൽ പോലീസ് ജീപ്പിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായിട്ടുണ്ട്. അവിടെ പക്ഷേ ആർക്കും കാര്യമായിട്ടുള്ള പരിക്കുകളില്ല. തൊടുപുഴയ്ക്ക് സമീപം ആലക്കോട് 2 വീടുകൾ പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വലിയ നാശനഷ്ടമാണ് കഴിഞ്ഞ രാത്രി പെയ്ത മഴയിലുണ്ടായിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പലയിടത്ത് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മച്ചിപ്ലാവിന് സമീപത്തുള്ള മണ്ണ് നീക്കം ചെയ്ത് ഭാഗികമായിട്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലായിടത്തും തന്നെ വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂർമലയിലാണ്. അടൂർമലയിൽ ഇവിടെ വലിയ ദുരന്തം നേരിട്ട ഒരു സ്ഥലമാണ്. ഒരു വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. ഇനിയിപ്പോൾ അവിടെ ആളുകളെ പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒക്കെ നടക്കേണ്ട സ്ഥിതിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വീടുകൾക്ക് മുകളിൽ വലിയ പാറക്കല്ലുകളൊക്കെ നിൽക്കുന്നുണ്ട്. അത് പൊട്ടിച്ചു നീക്കാനുള്ള നിർദ്ദേശമൊക്കെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.